തടി കുറക്കാനൊക്കെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് പറ്റിയിട്ടുള്ള അടിപൊളി സോഫ്റ്റ് പുട്ടാട്ടോ ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്, സോഫ്റ്റ്നെസ്സും ഉണ്ട്. നമ്മൾ ഓട്സ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പുട്ട് റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ ഇവിടെ 2 കപ്പ് ഓട്സാണ് എടുക്കുന്നത്. ഞാൻ റോൾഡ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. ഏത് ഓട്സ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ ഉപ്പ് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും അങ്ങ് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നോർമൽ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ സാധാരണ പുട്ടുപൊടിക്കൊക്കെ ഉതിർത്തെടുക്കില്ല, നനയ്ക്കൂലേ, ആ രീതിയിലല്ല കേട്ടോ നനയ്ക്കേണ്ടത്. അതിലേറെ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് വേണം ഇത് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് ഇത് ഒട്ടി പിടിക്കുകയൊക്കെ ചെയ്യും. അത് കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്, ആ ഒരു വെള്ളം ചേർക്കുന്നതിന് മുന്നേ തന്നെ 2 ടേബിൾ സ്പൂണ് നമുക്ക് ഓട്സ് പൊടി അതിൽ നിന്ന് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം വെള്ളം ഇതുപോലെ ഒന്ന് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ രീതിയിൽ നമ്മളിങ്ങനെ ചപ്പാത്തിയൊക്കെ കുഴക്കില്ല, ആ രീതിയിലാണ് നമുക്കിത് കിട്ടുക. നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും കേട്ടോ. 10 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒട്ടിയിരുന്ന അത്രയും ഒട്ടുന്നില്ല, കുറച്ചൊക്കെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ പീസൊക്കെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഈ രീതിയിലൊന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് നന്നായി കിട്ടില്ല എന്നൊക്കെ, പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. എന്നിട്ട് വീണ്ടും അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ബാച്ചായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അത് കട്ട കുത്തും. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ആദ്യം നമുക്ക് മാറ്റി വെച്ച് 2 ടേബിൾ സ്പൂൺ ഓട്സ് പൗഡർ ഇല്ലേ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കത് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അതാ നല്ല അടിപൊളി പുട്ടുപൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല തരി പോലെയുള്ള പുട്ടുപൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ 2 ബാച്ച് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സാധാരണ പുട്ടുപൊടിയുടെ അതേപോലെ ഇങ്ങനെ തരിതരിയായിട്ട് അടിപൊളിയായിട്ടുള്ള പുട്ടുപൊടിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സാധാരണ ചുട്ടെടുക്കുന്ന പോലെ തന്നെ തേങ്ങയും ഒക്കെ ഇട്ടിട്ട് നമുക്ക് പുട്ട് ചുട്ടെടുക്കാം. ഞാൻ പുട്ടുപൊടിയിലേക്ക് തേങ്ങയും പുട്ടുപൊടിയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. സംഭവം നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് കഴിച്ചാലും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്ന അടിപൊളി ടേസ്റ്റുള്ള ഓട്സ് പുട്ടാട്ടോ. അപ്പോൾ ഓട്സ് നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും ഒരുപോലെ ആകുമ്പോൾ നമുക്ക് മടുപ്പ് വരൂല്ലേ. അപ്പോൾ ഈ രീതിയിൽ പുട്ടൊക്കെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ പുട്ട് റെഡിയാക്കി എടുക്കില്ലേ, ഏകദേശം ആ ഒരു ടേസ്റ്റിലൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു പുട്ട് നമുക്ക് കിട്ടുക. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അതേപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാതാണ്. നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരെ